നിപ്പോളിയൻ്റെ കഥയാണ്. നിപ്പോളിയൻ ബോണപ്പാർട്ട്. ഒരിക്കൽ നിപ്പോളിയൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്നതിലേക്ക് ഒരു ആൽമര ചൂട്ടിൽ കുറച്ച് ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അതിലൊരാളാണെങ്കിൽ ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറയുന്ന ഒരു കൈനോട്ടക്കാരനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ നിപ്പോളിയൻ വലിയ ആകാംക്ഷയോടെ ആ കൈനോട്ടക്കാരനെ നേരെ കൈ നീട്ടിയിട്ട് ചോദിച്ചു, ഞാൻ വലുതാകുമ്പോൾ ഒരു ചക്രവർത്തിയാവുന്നു പോയി. പിന്നെ ആ കൈനോട്ടക്കാരൻ എല്ലാം വിശദമായി നോക്കിയിട്ട് വലിയ വിഷമത്തോടെ പറയും, ചക്രവർത്തിയാവുന്ന ഒരു രേഖയും കാണുന്നില്ലെന്ന് പറയുന്നു കയ്യിൽ. അപ്പോൾ നിപ്പോളിയൻ പിന്മാറാതെ സൈഡിൽ കത്തിയിട്ട് കയ്യിലിങ്ങനെ വരച്ചിട്ട് ചോദിക്കും, ഈ വരവുകൊണ്ട് ഞാൻ ചക്രവർത്തിയാവുന്ന ചോദിക്കും. ആ കൈനോട്ടക്കാരൻ പറയും, ഈ ചക്രവർത്തിയാവും തടയാൻ ഒരു ശക്തിക്കാവില്ല. കാരണം ഈ വര വരച്ചത് നീയാണ്. എനിക്ക് വേണ്ടി ചക്രവർത്തിയാവാൻ സാധിക്കും. നീ പരിശ്രമിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും ഒരു ചക്രവർത്തിയാവാൻ സാധിക്കും. അങ്ങനെ നിപ്പോളിയൻ പരിശ്രമിച്ച അവസാനം ഒരു രാജ്യത്തിലെ ചക്രവർത്തിയായി മാറി. ചില ആൾക്കാരുണ്ട് ചുമ്മാതൊക്കെ ഇരിക്കും, എന്നിട്ട് എനിക്കൊന്നാവാൻ പറ്റുന്നില്ലോ എന്ന് പറയും. അതിനൊരു കാര്യവുമില്ല. നമ്മൾക്കത് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കിട്ടൂന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യണം, കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ചെയ്യും. കിട്ടൂന്ന് പറഞ്ഞ് ചെയ്താൽ ആർക്കായാലും കിട്ടും. അതുകൊണ്ട് നമ്മൾക്ക് ആഗ്രഹം എന്തായാലും നമ്മൾ ചെയ്യണം.